ഒരു മമ്മൂട്ടി ചിത്രം എന്നതിനപ്പുറത്തേക്ക് വേറെയും ചില ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിച്ച് എന്നാൽ നിരാശനായി തിരിച്ചു വന്ന 3 സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോ. അതിൽ ആദ്യത്തേത് ആഗസ്റ്റ് 15. ഒരു മമ്മൂട്ടി ചിത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു ഷാജി കൈലാസ് ചിത്രം, തിരക്കഥ എഴുതുന്നത് SN സ്വാമി, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള ഒരു അസാസിൻ ഹണ്ട് പശ്ചാത്തലത്തിൽ വരുന്ന പഴയൊരു ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ പടം പോയി കാണാൻ. പക്ഷെ ഒടുക്കം പടം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തോ ഒരു ഗുമ്മുണ്ടായില്ല. എന്ന് വെച്ചാൽ ഇതൊരു മോശം പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ചാർജ് ആവാൻ പറ്റിയ ത്രില്ലടിപ്പിക്കുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സോ നമുക്കിതിന് 100ൽ ഒരു 50 മാർക്ക് കൊടുക്കാം. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു മോഹൻലാലിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സും പുറത്തിറങ്ങിയത്. വടകര ജയഭാരത് തിയേറ്ററിൽ അന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ പോസ്റ്ററിന് മേലെ മമ്മൂട്ടി ഫാൻസ് ഈ പടത്തിന് വേണ്ടി ഒരു പോസ്റ്റർ വെച്ചിരുന്നു. അതിലെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: പലരും കൂട്ടമായി വരും, പക്ഷേ സിംഹം ഒറ്റയ്ക്ക് വരുമെന്ന്. മൾട്ടി സ്റ്റാറായ ക്രിസ്ത്യൻ ബ്രദേഴ്സിനൊന്ന് താങ്ങിയതായിരുന്നു സംഗതി. ഇനി അടുത്തത് ഡബിൾസ്. ഒരു മമ്മൂട്ടി ചിത്രം എന്നതിനപ്പുറത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം നാദിയ മൊയ്തു മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. മമ്മൂട്ടി നാദിയ മൊയ്തുവും ഇരട്ടകളായി അഭിനയിക്കുന്നു. ഇതൊക്കെയായിരുന്നു പടത്തിന്റെ പ്രൊമോഷൻ. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വികാരം ആഗസ്റ്റ് 15-നേക്കാൾ മോശമായിരുന്നു. എന്തായിരുന്നു ഇതിന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷനൊന്നും കേരളത്തിലായിരുന്നില്ല എന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ സിനിമയുടെ ആ ഒരു പശ്ചാത്തലം തന്നെ എനിക്ക് ഭയങ്കര ഡിസ്കണക്ഷൻ ആയിരുന്നു. പിന്നെ ഇതിലെ വില്ലൻ കന്നഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിരുന്നു. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞ ഒരു ഡബ്ഡ് സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു ഈ സിനിമയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. കാര്യം ഇതിൽ മമ്മൂട്ടിക്ക് ചുറ്റും സുരാജും ബിജുക്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കായില്ല. ഓൾസോ എന്തിനോ വേണ്ടി എവിടുന്നോ വന്നൊരു നായികയും. അതോടൊപ്പം നമ്മുടെ അമൃത ടിവിയിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു മങ്ങിയ ഫീൽ ഉണ്ടാവും. ഏതാണ്ട് അതേ ഫീൽ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു സിനിമയായിരുന്നു ഇത്. ഇതിന് നമുക്ക് 100ൽ ഒരു 30 മാർക്ക് കൊടുക്കാം. ഇനി ലിസ്റ്റിൽ അവസാനത്തേതാണ് കോബ്ര. ഒരു മമ്മൂട്ടി ചിത്രം എന്നതിനേക്കാൾ ഉപരി ലാൽ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അലക്സ് പോളിന്റെ മ്യൂസിക്, മമ്മൂട്ടിയും ലാലും പേരായി വരുന്ന ഒരു സിനിമ, അങ്ങനെ മൊത്തത്തിൽ ഒരു 2006-ലെ തൊമ്മനും മക്കളും വൈബിലേക്ക് പോകുമെന്ന് കരുതിയ ഒരു സിനിമ. പക്ഷെ ഒടുക്കം തൊമ്മനും മക്കളും എന്ന സിനിമയുടെ 7 അയലത്ത് പോലും വെക്കാൻ പറ്റാത്ത ഒരു സിനിമയായാണ് ഇത് മാറിയത്. അവസാന ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതോ ഒരു ഒറിജിനൽ ബോഡി ബിൽഡിംഗ് അത്ലറ്റിനൊക്കെ അവർ ഈ സിനിമയിൽ ഇറക്കിയിരുന്നു. പക്ഷെ അയാളെ മമ്മൂട്ടി അടിച്ചിടുന്നതൊക്കെ ഭയങ്കര അസഹനീയമായിരുന്നു. ഇതിനും നമുക്ക് 100ൽ ഒരു 30ൽ താഴെ മാത്രം മാർക്ക് കൊടുക്കാം. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ 3ൽ 2 പടങ്ങളും പുറത്തിറങ്ങിയത് 2011 ഫസ്റ്റ് ഹാഫിലായിരുന്നു. എന്ന് വെച്ചാൽ 2003-ലെ ക്രോണിക് ബാച്ചിലർ മുതൽ 2010 അവസാനം ഇറങ്ങിയ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമ വരെ മമ്മൂട്ടിക്ക് കേരള ബോക്സ് ഓഫീസിൽ ഒരു ക്ലിയർ കട്ട് ഡോമിനേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഡോമിനേഷൻ മാറി അടുത്ത 3 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ കരിയറിലുണ്ടായ ഒരു റഫ് ഫേസിന്റെ ഒരു തുടക്കമായിരുന്നു വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആഗസ്റ്റ് 15-ഉം ഡബിൾസും.